ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വന്നിരിക്കുന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു സെർവർ ലെറ്റ്സ് പ്ലേ വീഡിയോ ആയിട്ടാണ്. ലെറ്റ്സ് പ്ലേ ഒന്നുമല്ല, ഇത് നമ്മൾ ഓൾറെഡി കളിച്ച് വെച്ചു ഗൈസ്. കാരണം എനിക്ക് അന്നത്തെ വീഡിയോക്കൊക്കെ എനിക്ക് പനി പിടിച്ചിരിക്കുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഗ്രൈൻഡ് ചെയ്ത് വെച്ച് ഗൈസ്. ജോയിലും ഞാനുമാണ് ടീം ഈ സെർവറിൽ, ബാക്കിയുള്ളവരൊക്കെ വേറെ ടീമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ മച്ചാന്മാർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് നമ്മുടെ വീഡിയോയിലായിട്ട് കിടക്കാം. ഞാൻ 3, 2, 1 പറയും, അതിനുള്ളിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. 3, 2, 1 സബ്സ്ക്രൈബ്, അല്ലെങ്കിൽ ലൈക്ക് അടിച്ചാലും മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലായിട്ട് പോകാൻ പോയാണ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളെ ഷെയ്ഡറൊന്നും ഇടാത്തൊരു ഡീഫോൾട്ട് മൈൻക്രാഫ്റ്റിലായിരിക്കും നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിവിടെ ഒരു ഫസ്റ്റ് തന്നെ നമ്മൾ കയറുമ്പോൾ നിറച്ച് ബാമ്പ് നട്ട് വെച്ചിട്ടുണ്ട്. ഇന്നലെ നട്ട ഫുള്ള് നട്ട ബാമ്പുമാണ്. ഇന്ന് കുറേ ആയിട്ട് വളർന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു എൻ്റർ പോർട്ടൽ ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ബിൽഡ് ചെയ്തതല്ല, ഇത് ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ ഞങ്ങൾക്ക് സെറ്റ് ആക്കി തന്നതാണ്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ സെർവറിൽ 3 പേരെ കണ്ടുള്ളൂ, 3-4 പേരും കണ്ടുള്ളൂ. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ചെസ്റ്റ് ഇരിപ്പുണ്ട്. ഈ ചെസ്റ്റിൻ്റെ അകത്ത് കുറേ ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും കുറേ ഡേർട്ടും സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് ഗ്ലാസ്, ഇതിൻ്റെ അകത്തൊന്നും ഇതാണ്. പിന്നെ ഇവിടെ ചെറിയ വീറ്റ് ഫാം, ഫുഡ് ഫാമെന്നും പറയാം. കുറേ വീറ്റ് മാത്രമല്ല, വേറെ എന്തൊക്കെയോ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നിറച്ച് മരം നട്ട് വെച്ചേക്കുന്നത്. ഇവിടെ നിറച്ച് ബീ ഹൈവ്, 3 ബീ ഹൈവും. ഇതിൻ്റെ അകത്ത് ബോട്ടിലൊക്കെ കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. ബീ ഹൈവ് നിറച്ച് കുറേ തേനൊക്കെ ഉണ്ട്. തേൻ ഇപ്പോൾ ഇവിടുന്ന് ഇട്ടാണല്ലോ, ഒരെണ്ണത്തിൽ മാത്രമേ നമ്മൾ ക്യാമ്പ് ഫയർ വെച്ചിട്ടുള്ളൂ, ബാക്കി 2 നമ്മൾ വെച്ചിട്ടില്ല. പിന്നെ ഇവിടെ നിറച്ച് സ്പോണിങ് ഉണ്ട്. അതായത് കുറേ ഷീപ്പ്, ഹോഴ്സ്, അങ്ങനെ കുറേ ഇതൊക്കെ സ്പോണാറുണ്ട്. അതുകൊണ്ട് നമുക്ക് വൂളിനും അത്ര വലിയ ക്ഷാമമൊന്നും ഇല്ലെങ്കിലും നമ്മൾ അത്യാവശ്യം വൂളൊക്കെ ഉണ്ട്. കണ്ട ഇവിടെ അത്യാവശ്യം വൂളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് വൂള കിടക്കണം. നമ്മൾ സെർവറിൽ കയറുമ്പോൾ കുറച്ചാണ് സ്പോണാവുള്ളൂ. അതിനെ കൊന്നിട്ട് മാത്രമേ നമ്മൾ വൂളെടുക്കാനുള്ളൂ. പിന്നെ ഇത് ടോപ്പ് നില നമ്മുടെ വീടിൻ്റെ. പിന്നെ ഇവിടെ നിന്ന് പുറത്തായിട്ട് നോക്കാം. പിന്നെ അകത്ത് ചില്ലുണ്ട്. ഈ ചില്ലിൽ നിന്നും പുറത്തായിട്ട് നോക്കാം. ചില്ലിൽ നിന്ന് പുറത്തായിട്ട് നോക്കാൻ കഴിയില്ലെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് കാണാം ഗൈസ്. പിന്നെ ഇതിലേ കൂടി കയറാം. ഇതിലേ ഇപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്ക്. പിന്നെ നമുക്ക് താഴത്തായിട്ട് ഇറങ്ങുക. 2 ബെഡുണ്ട് ഗൈസ്. ഇത് ജോലിൻ്റെ, അതെൻ്റെ. പിന്നെ ഇവിടെ ടോർച്ച് കുറേ ഉണ്ട്. ഇവിടെ അകത്ത് സ്പോണാകാതിരിക്കാൻ വേണ്ടി ടോർച്ച് വെച്ചേക്കണം. പുറത്ത് നല്ലോണം സോംബിയൊക്കെ സ്പോണാകും ഗൈസ്. രാത്രി അപ്പം തന്നെ സോംബി സ്പോണാകും. അതുകൊണ്ട് മോൺസ്റ്ററിൻ്റെ ഇത് സാധ്യത കൂടുതലാണ്. പിന്നെ നമുക്ക് കിടക്കാൻ ഇച്ചിരി പാടാണ് രാത്രി ആയി കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ നെതർ പോർട്ടലുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഇന്നലെ തുടങ്ങിയതാണ് ഈ ഐലൻഡിൻ്റെ, നമ്മളെ വീടിൻ്റെ എല്ലാത്തിൻ്റെ പണി. രാവിലെ എന്നിട്ട് ഞങ്ങൾ നല്ലോണം ഗ്രൈൻഡ് ചെയ്ത്, ബട്ട് അധികം നേരമൊന്നും ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യില്ല. 1-2 ഇന്നലെ 4 മണിക്കൂർ, 2 മണി 3 മണിക്കൂറൊക്കെയാണ് ഗ്രൈൻഡ് ചെയ്തത്. പിന്നെ ജോയിൽ എന്നെ സഹായിച്ച് വീട് പകുതി പണിത് ഞാനാണ്. ജോയിൽ എന്നെ സഹായിക്കൊക്കെ ചെയ്ത് കേട്ടോ. അവനാണ് മരമൊക്കെ പോയി വെട്ടണത്. പിന്നെ ഇച്ചിരി പണിയാനും അവൻ സഹായിക്കും. പിന്നെ നമ്മൾ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നിന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ ഹൗസിലായിട്ട് പോകുന്ന നെതർ പോർട്ടൽ. അങ്ങനെ തന്നെയല്ലേ, ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ ഒരു വളവുണ്ട്. ഒരെണ്ണം മാത്രം സെറ്റ് ചെയ്യണമാണ്. ഇവിടെ കുറേ വീടുകളുണ്ട്. പിന്നെ ഇവിടെ കുറേ ചാനലിലുള്ള ആൾക്കാരൊക്കെയാണ്. അവരുടെയൊക്കെ എനിക്കറിയാവുന്ന ചാനലിലെ ആൾക്കാരുടെയൊക്കെ ഞാൻ താഴ്ത്ത് കൊടുത്തേക്ക്. ഇവിടെ ഒരു വീട്ടിലാണ് നമ്മൾ വന്ന് സ്പോണാണ്. ഇത് എൻ്റെ കൂട്ടുകാരൻ്റെ വീടാണ്. ഇവിടെ ഇപ്പോൾ 2 പേരുണ്ട്. ഒരാളുണ്ട്. ഇതൊരണ്ണനാണ്. ഈ ചാനൽ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്കറിയാം. പിന്നെ നമ്മുടെ താഴത്തായിട്ട് പോകുമ്പോൾ ഇവിടെ അയൺ ഫാമുണ്ട്. അയൺ ഫാമിൽ ഇവിടെ കുറേ ആൾക്കാരൊക്കെ AFK ആണ് ഇവിടെ. ഞാൻ എപ്പോഴും കയറുമ്പോൾ കുറേ ആൾക്കാരുണ്ടാകും ഇവിടെ. പിന്നെ ഇവിടെ അകത്ത് സെർവറിൽ അങ്ങനെ കുറേ ബിൽഡൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് 2-3 ദിവസത്തിന് മുമ്പ് തുടങ്ങിയ സെർവറാണ്.
3-4 ദിവസമായി കേസ് തുടങ്ങിയിട്ട്. പിന്നെ ഇവിടെ അതിൻ്റെ അയൺ ഫാമിലി 12 വില്ലേജേഴ്സ് എങ്ങാണ്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് വില്ലേജ് ഉണ്ട് കേസ്. അതുകൊണ്ട് ഇവർക്ക് വില്ലേജറിനും പെട്ടെന്ന് കിട്ടും. വില്ലേജറിനും ബോട്ടിൽ കൊണ്ടുവന്ന ബോട്ട്. പിന്നെ ഇവിടെ ഒരു വില്ലേജർ ബ്രീഡർ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് വില്ലേജറിനെ കുറേ എണ്ണം അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയി. പിന്നെ വില്ലേജ് ബ്രീഡർ ഞാൻ കാണിച്ചത് ഇച്ചിരി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പൊട്ടിച്ച് കളഞ്ഞൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങോട്ട് ചാടുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ കണ്ട വില്ലേജ് ബ്രീഡർ അത്യാവശ്യം സെറ്റായിട്ട് തന്നെയായിരുന്നു പോകണം. ഞാൻ കയറിയപ്പോൾ ഇത് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അപ്പം മാറ്റി കേസ്. പിന്നെ ഇവിടെ നിന്ന് മാറ്റി. പിന്നെ അവർ അയൺ ഫാം ഉണ്ടാക്കിയപ്പോൾ വില്ലേജറിനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട് ചേച്ചി. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെ അധികം ബെഡൊന്നുമില്ല. നമുക്ക് അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ സർവറിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. എന്നാലും നമുക്ക് ആൾക്കാർ കിടന്ന് ഉറങ്ങണ്ട ചേച്ചി. ഇവിടുത്തെ ബെഡൊക്കെ ഇവിടെ നിന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ അധികം ഞാൻ വരാറില്ല. പിന്നെ ഇന്ന് 2-3 ദിവസമാണ് വന്നേക്കുന്നത്. ഇന്നലെ വന്ന് ഇന്നും വന്ന്. അല്ലാതെ ഞാൻ വന്നിട്ടില്ല ഇങ്ങോട്ട്. ജോയ്സ് അവിടെ കണ്ടോ പിക്കാക്സിൻ്റെ ഒക്കെ ഇതുണ്ടാക്കി വെച്ചേക്കണം. അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടാ. ഞാൻ കണ്ടില്ല. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. മുകളിലോട്ട് കയറാം ഗൈസ്. മുകളിലോട്ട് കയറിക്കഴിഞ്ഞാൽ ഇവിടെ പിക്കാക്സിൻ്റെ ഇതൊക്കെ ഉണ്ട്. കയറാം നമുക്ക്. ആദ്യം ബെഡില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം അങ്ങോട്ട് തന്നെ തിരിച്ചു പോകേണ്ടി വരുമല്ലോ. നമുക്ക് നമ്മൾ തിരിച്ചു പോയാൽ അവിടെ കിടന്ന് ഉറങ്ങാം. അവിടെ മിക്കവാറും മോണിസ്റ്റർ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളൊന്നെങ്കിൽ ഇറങ്ങേണ്ടി വരും കേസ്. അല്ലാതെ പറ്റില്ല. ഫുഡില്ലാത്തതുകൊണ്ട് ഒന്നാമത്തെ ഇത് നമുക്ക് എങ്ങനെയെങ്കിലും നടന്നങ്ങോട്ട് പോവാം കേസ്. നമ്മളെ പോട്ടൽ നമ്മുടെ അവിടെ മിക്കവാറും നല്ല സോംബിയൊക്കെ വന്ന് കാണും ഗൈസ്. ഉറങ്ങാൻ പറ്റിയില്ല മിക്കവാറും. അവിടെ ആകുമ്പോൾ അധികം സോംബി വരികയില്ല ഗൈസ്. ഇവിടെ രാവിലെയാണ്. അവിടെ രാത്രി. അവിടെ മാത്രം തന്നെ രാത്രിയാവും. അവർ ഉറങ്ങിക്കാണും ഗൈസ്. ഞാൻ എയർപോർട്ടിലേക്ക് കയറിയപ്പോൾ അവർ ഉറങ്ങിക്കാണുമെന്നെങ്കിൽ ഓക്കെ. നമുക്ക് ആ പിക്കേഴ്സ് എടുക്കാം. കാണാൻ പോകും. എല്ലാം അവിടുത്തെ കണ്ടില്ല ഗൈസ്. രാത്രി ആയതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു. ഓക്കെ. ഇവിടുന്ന് എനിക്ക് കണ്ടോ ഇങ്ങനെ കേട്ടാ പോകണമെന്ന് അറിയാമല്ലോ ഗൈസ്. കണ്ടോ. പിന്നെ ഞാൻ ഒരു ഊഹം വെച്ചങ്ങ് പോവും. കറക്റ്റൊക്കെ എങ്ങനെ ഇൻ്റർപോർട്ടിൽ വെച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടെ. നേരത്തെ ഡൗട്ട് വന്നിട്ട് ഞാൻ ചുമ്മാ കയറി നോക്കിയതാ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു. ഞാൻ ഇവിടെ എത്തി ഗൈസ്. നമ്മുടെ വീട്ടിലെത്തി. ഓക്കെ. ഇവിടെ എത്തിയതാണ് ഗൈസ് നമ്മുടെ സ്റ്റാച്ചു. സീനല്ലേ ഗൈസ്. കണ്ട ഇത് ആരുടെ വീടാണെന്ന് പറഞ്ഞുകൂടെ. എനിക്ക് തോന്നണത് നമ്മൾ നേരത്തെ വന്നപ്പോൾ ഇവിടെ ഒരു അണ്ണൻ നിൽക്കണ്ടായിരുന്നു. ആ അണ്ണൻ്റെ ആണെന്ന് തോന്നുന്നത്. ഇതിൻ്റെ അകത്ത് കുറേ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നണം ബാമ്പു ഇതാണെന്ന് തോന്നണം. ഫാമാണെന്ന് തോന്നണം. എന്തുവാണെന്ന് നോക്കട്ടെ. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കും പിടി കിട്ടിയില്ല. നമുക്ക് എന്തായാലും ഇതൊക്കെ അടച്ചിട്ടേക്കാം. നമ്മൾ തുറന്നു, നമ്മൾ അടച്ചത്. പിന്നെ ഇവിടെ എന്തൊക്കെയോ ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റാച്ചു. ഈ സ്റ്റാച്ചു കൊള്ളാൻ കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ഇങ്ങനെ ഇതേപോലത്തെയൊക്കെ സ്റ്റാച്ചു നമുക്ക് നമ്മുടെ വീട്ടിലും ചെയ്യണം. പക്ഷെ അവിടെ അത്ര സ്പേസ് ഒന്നുമില്ല ഗൈസ്. ഇവിടെ സെറ്റ് വീടല്ലേ ഗൈസ്. കണ്ട കിടിലൻ ഡിസൈൻ. എവിടെ നിന്ന് കിട്ടിയതാവോ. കിടിലൻ വീട്. എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഇവിടെ നമ്മുടെ സൂപ്പർ സ്മെൽറ്റർ ആണെന്ന് തന്നാണ്. അവിടെ ഒരു ജസ്റ്റ് ഉണ്ടല്ലോ. അതെന്തോ ഇതിനകത്തൊന്നുമില്ല. ഇവിടെ ബേക്ക്ഡ് പൊട്ടറ്റോ അല്ലേ ഇത്. ബേക്ക്ഡ് പൊട്ടറ്റോ ഇരിപ്പുണ്ട്. പിന്നെ
ഇവിടെ വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. ഇപ്പോൾ സർവറി ഞാനും കൂടി കൂട്ടി 4 പേരും കാണാണ്. 4 പേര് ഒരു ഫോണ് കിട്ടി ഗൈസ്. ഇവിടെ ഞാൻ പൂച്ചേനെ കണ്ടിട്ടുണ്ട്, ഇപ്പം പട്ടീനെയൊന്നും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. അങ്ങോട്ടൊക്കെ കുറേ മൈൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ് അവർ. കണ്ട ശീലി ഇവിടെയൊക്കെ വീട് അടുത്ത് തന്നെയാണ് ഗൈസ്, നമ്മുടെ ഇച്ചിരി ദൂരെയാണ്. ഇവരുടെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലോട്ട് വരാൻ പറ്റും, അതുകൊണ്ടും സീനാണ്. വില്ലേജൊക്കെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. വില്ലേജിൽ അത്രയൊന്നും കാണാനില്ല, അതെന്തുവാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. നല്ലോണം പോയിട്ടുണ്ട് മുകളിലോട്ട്. ഇവിടെ അടുത്ത് തന്നെ വില്ലേജർ ഔട്ട് പോസ്റ്റ് ഉണ്ട് ഗൈസ്. ഇച്ചിരി അങ്ങോട്ട് പോകുമ്പോഴാണ്. ഫുഡില്ല ഗൈസ് ഇവിടെ എൻ്റെ കയ്യിൽ. ഫുഡില്ല കേട്ടോ നമുക്ക് വില്ലേജറിന്. ഫുഡ് ദേ ഇവിടെ നിൽക്കണം ഗൈസ്, ഇതേ നിൽക്കണം. മിസ്സായി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫുഡ് HP കയറിയിട്ടുണ്ട്. HP ഇത്ര നേരമായിട്ട് ഒരു HP ആയിട്ടുള്ള കേസ് ഞാൻ ഇതുവരെ. പിന്നെ നമ്മുടെ ഇവിടെ ഇതൊക്കെയാണ് വില്ലേജ്. കാരണം വില്ലേജർ പോസ്റ്റ് കണ്ടോ, തൊട്ടടുത്ത് തന്നെയാണ് കേസ്. ഞാൻ ആദ്യം ഉണ്ടല്ലോ ഇതാ ബ്ലോക്ക് വെച്ചെടുത്ത വീട് വെക്കാൻ ഉദ്ദേശിച്ച. അപ്പം ഞാൻ അങ്ങോട്ട് പോയി. ഞാൻ ഇച്ചിരി കഴിഞ്ഞപ്പോൾ സൈഡിലായിട്ട് നോക്കി ഒരു വില്ലേജറിനോട് നിൽക്കണം. ഞാൻ ഓർത്ത് എങ്ങനെ വില്ലേജർ ഇവിടെ വന്നത്. എന്നിട്ട് പിന്നെ ഞാൻ തിരിച്ച് അങ്ങോട്ട് പോകാമെന്ന് ഇറങ്ങിയപ്പോൾ ആ വില്ലേജറിൻ്റെ പുറകെ വന്ന്. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ വില്ലേജർ ഔട്ട് പോസ്റ്റ് അവിടെ. പിന്നെ ഞാൻ അവിടെ നിന്ന് വീട് വെക്കാൻ പ്ലാൻ മാറ്റി. എന്നെ കുറേ ലൂട്ട് അവിടെ വെച്ച് പോയി ഗൈസ്. പിന്നെ അതുപോയി തിരിച്ചെടുത്ത് എന്നിട്ടും എന്നെ കൊന്നു. അപ്പം ഞാനത് എവിടെയെന്ന് എനിക്ക് മറന്നുപോയി, സ്ഥലം മറന്നുപോയി. ഓ മഴ. വീണ്ടും അങ്ങോട്ട് തിരിച്ചു കൊണ്ട് വരിക, അല്ലെങ്കിൽ ഇപ്പം എന്നെ കൊല്ലും ഗൈസ്. ഇനി ഹെൽത്ത് കുറവാണ്. നമുക്ക് വീട്ടിലോട്ട് പോവാം ഗൈസ്. വീട്ടിൽ അവിടെ മഴ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും അവിടെ ഇപ്പോൾ ഒരു പോർട്ടലുണ്ട്, അതിൽ കൂടി കയറി പോവാം. അവിടെ നിന്ന് ഇച്ചിരി ഫുഡ് എടുക്കണം ഗൈസ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പം ചത്തു പോകും ഹങ്കർ അടിച്ച്. ഫുഡൊന്നും ഇല്ല ഗൈസ്. ഞാൻ ഫുഡ് അവിടെ നിന്ന് എപ്പോഴും ഞാൻ ഓർക്കും ഫുഡ് കൊണ്ടുവരും. ഫുഡ് ഞാൻ എടുത്തില്ല. നമുക്കിപ്പോൾ നേരെ എന്തായാലും അങ്ങോട്ട് തന്നെ പോവാം. നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ സാധാ വാനിലയിൽ കളിക്കുന്നതിനെ വൈബ്, ഷെയ്ഡർ ഇട്ട് കളിക്കുന്ന വൈബ് ഉണ്ടെങ്കിലും നമ്മൾ വാനിലയിൽ നമ്മൾ കഴിക്കുമ്പോൾ കിടിലം വൈബ് തന്നെ. അതിൻ്റെ വൈബ് വേറെ എവിടെയും കിട്ടിയില്ല ഗൈസ്. മഴയത്ത് ആ വീട് കാണാൻ നല്ല രസമുണ്ടല്ലേ, കിടിലം രസം ഇത് ഗൈസ്. കണ്ടാ സെറ്റല്ലേ. കുറേ ആൾക്കാർ ലെഫ്റ്റായി ഗൈസ് ചെയ്യുന്നു. അപ്പോൾ ആരൊക്കെയാണെന്ന് നോക്കട്ടെ. മൂന്നാളുണ്ടല്ലോ ഗൈസ്. ഇതിൻ്റെ അകത്തെങ്കിലും എന്തെങ്കിലും ഫുഡ് കാണണം. എനിക്ക് അവിടെ വരെ നടന്നു പോകാനുള്ളത് എന്തെങ്കിലും. തേങ്ങയില്ല ഗൈസിൻ്റെ അകത്ത്. അത് എൻജോയ്മെൻറ്റ് ബോട്ടിലുണ്ട്. അത് എവിടുന്നാണ് കിട്ടിയാന്നൊന്നും എനിക്ക്. ഫുഡ് ക്യാരറ്റ് എടുക്കാം ഗൈസ്. ക്യാരറ്റ് ഒരു 9 എണ്ണം മതി ഇപ്പോൾ തൽക്കാലത്തൊക്കെ അവിടം വരെ നടന്നു പോകാൻ, അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. ഫുള്ള് നിന്നണ്ട ഗൈസ്, അവിടം വരെ നടന്നു പോകാൻ നോക്ക് പെട്ടെന്ന്. ഓ ബഗ് പിങ്ങുണ്ട് കേട്ടോ സർവറിന് ചെറുതായിട്ട്. ആ വെള്ളത്തിൽ മുങ്ങി. ഇനി എങ്ങനെ കയറുന്ന തിരിച്ച് അങ്ങനെ കയറാൻ ഗൈസ്. എൻ്റെ കയ്യിൽ അത്യാവശ്യം ബ്ലോക്കൊക്കെ. കയറി അല്ലെങ്കിൽ ഞാൻ ഓർത്തത് അപ്പം തന്നെ. ഇവിടുന്ന് പോവായിച്ചത് റിസ്ക്കാണ്. പിടച്ചു പോവാം ഗൈസ്. ഓക്കെ, ഞാൻ അങ്ങോട്ടല്ലേ, ഞാൻ വഴി മറന്നുപോയി.
അങ്ങോട്ട് പോവാം ഗൈസ്. മഴക്കെല്ലാം നമുക്ക് അടച്ചിടല്ലെങ്കിൽ ഓക്കെ. നമ്മൾ നേരെ അപ്പം അവിടെ എത്താൻ പോകുന്നു. തിരികെയാണ് ഗൈസ്. തിരിച്ച് കയറാൻ പോണേ ഞാൻ വീണ്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് സുഹൃത്തുക്കളെ, നമ്മുടെ വീട്ടിലോട്ട്. അവിടെയുള്ള നമ്മളെല്ലാം കാണിച്ചു. ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് ഇച്ചിരി നേരം രാത്രിയായെങ്കിൽ ഉറങ്ങാം ഗൈസ്. പോയി അല്ലാണ്ട് വേറെ വഴിയില്ല. നമ്മുടെ വീടെത്തി. ഇവിടെ മഴ തന്നെയാണ് ഗൈസ്. രാത്രി ആയില്ല, പക്ഷേ കകത്ത് കയറാം. മഴ തന്നെ ഞാൻ പനി പിടിക്കും. ഓക്കെ, മഴ, ക്യാരറ്റ്, വൈബ്, കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നമ്മുടെ ഇതുണ്ട്, ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ നമ്മുടെ ഇത്. നമ്മൾ ഇച്ചിരി കൂടി എക്സ്റ്റെൻഡ് ചെയ്യണം. പിന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത മാപ്പൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്ത് അവിടെയൊക്കെ എന്തെങ്കിലും പണിയണം. അയൺ ഫാം പണിയണമെന്നുണ്ട്. കുറേ സംഭവങ്ങളിന് പണിയാനുണ്ട്. ഈ സൂപ്പർ സ്മെൽട്ടർ, അയൺ ഫാം, മോഫ് ഫാം, അങ്ങനെ കുറേ പണിയണമെന്നൊക്കെയുണ്ട്. പണിയെങ്കിൽ നമുക്ക് തേൻ ഇച്ചിരി കുടിക്കാം. തേൻ ഇല്ല ഗീസ്, തേൻ. യെസ്, അവിടെ 3 കുതിരയാണ് ഗീസ്. ഒരു വലിയ കുതിരയും 2 ചെറിയ കുതിരയും പിന്നെ ഒരു പന്നി, പിന്നെ കുറേ ബീയൊക്കെയാണ്. കുറേ ബീനൊക്കെ റൗണ്ട് വന്നെന്നൊക്കെ പറയണം കേട്ടായിരുന്നു ജോലി. എനിക്കറിഞ്ഞുകൂടാ, അതൊന്നും തപ്പിയൊന്നും ഇല്ല ഗൈസ്. ഓക്കെ, പുറകിൽ ഇച്ചിരി സ്ഥലമുണ്ട് ഗൈസ്, പിന്നെ അല്ലാതെ വേറെ സ്ഥലമൊന്നുമില്ല. ഉറങ്ങാം ഗൈസ്, പോയി ഉറങ്ങാം. രാത്രിയായി. അങ്ങനെ രാത്രി നമ്മൾ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എഴുന്നേറ്റിട്ടുണ്ട്. 20 മിനിറ്റ് ആകുമ്പോൾ അനുപ്പിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും. പിന്നെ ഇവിടെ ലാമയൊക്കെ വന്ന് എപ്പോൾ വന്നു മതി, ഞാൻ കണ്ടില്ല. എന്തായാലും നമുക്ക് കുഴപ്പമില്ല. പിന്നെ കുറേ ലാമ ആൾക്കാർ. പുറകിൽ നമുക്ക് എന്തെങ്കിലും പണിയണം ഗൈസ്. പുറകിൽ എന്തെങ്കിലും ചെറിയ പുറകിൽ ചെറിയ സംഭവങ്ങളൊക്കെ പണിയണം ഗൈസ്. ഇതിൻ്റെ അടുത്തൂടെ നടന്നു പോകുമ്പോൾ അറിയാം നമ്മൾ ഏതെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ പണിയാവും ഗൈസ്. നമ്മുടെ ഡെക്കറേഷൻ പോകുള്ളൂ. എന്തായാലും സീനിൽ നമ്മൾ കാർപ്പറ്റ് ഉണ്ടാക്കിയാൽ ഗൈസ് 3 ഉണ്ടാക്കാം. നമുക്ക് എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട്. അകത്ത് വെക്കാം. മാറിപ്പോയി. 1 ഇച്ചിരി കൂടി വേണം ഗൈസ് കാർപ്പറ്റ്. ചീപ്പ് വല്ല സ്പോണായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് തല്ലിക്കൊന്നേക്കാം എല്ലാത്തിനെ. ഇവിടെ സ്പോണാൻ വഴിയില്ല ഗൈസ്. ഇവിടെ അങ്ങനെ ഒന്നും സ്പോണായാലും ഇവിടെയാണ് കൂടുതൽ. കോഴിയൊക്കെ പോകുന്നത്. ഒരു പന്നിയൊക്കെ ഉണ്ടായിരുന്നൊരു പന്നി ഡീസ്പോണായ. പന്നിയൊക്കെ പോയെന്ന് തോന്നുന്നു. ഇവിടെ കുറേ മാർക്ക് ഇറങ്ങി നടക്കാനുള്ള സ്ഥലമുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ വാലടച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കയറും. അതുകൊണ്ടാണ് ഞാൻ പ്ലഷർ പ്ലേറ്റ് വെച്ചത്. കോഴിയൊക്കെ ഇതിൻ്റെ അകത്ത് കയറി. നമ്മൾ കയ്യിൽ എന്തോ നമ്മുടെ സ്പിയർ ഉണ്ടാക്കിയാളെ. സ്പിയർ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. സ്പിയറൊക്കെ ഇത് വന്നു. സ്പിയർ നോക്കട്ടെ. സ്പിയർ ഇല്ലേ ഇതിൻ്റെ അകത്തല്ല, ഇതിൻ്റെ അകത്ത്.
സ്പിയറൊന്നും ഈ വെർഷനിൽ ഇല്ല ഗസ്. കോപ്പർ ഗോളമൊക്കെ ഉണ്ടാ? കോപ്പർ നമ്മളെ കോപ്പർ ഗോളത്തിൻ്റെ ഇതാണ് കൊടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇതേ വർഷം എന്ന് പറഞ്ഞു. നമുക്ക് ഇച്ചിരി കൂടി ഹണി കുടിക്കാം. ഹണി ഇതിൻ്റെ അകത്ത് ഹണി ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് സ്നീക്ക് ചെയ്യണം. എന്നെ എടുക്കാൻ പറ്റാത്ത. അയ്യോ അയ്യോ കടിക്കണം ഓടിക്കോ. ചത്ത് നമ്മളെന്തായാലും ചത്തിട്ട് ആകുമ്പോൾ അടങ്ങുള്ളൂ. ഞാൻ പാവാണ്. അമ്മയുടെ കലിപ്പ് പോയെന്നാ തോന്നണത്. ശിവന്മാരിൻ്റെ ഇടക്ക് കയറി വരേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്തായാലും അവിടെ നിന്ന് എടുക്കാൻ പറ്റണില്ല. നമുക്ക് വേറെ സ്ഥലത്ത് നിന്ന് എടുക്കാം. ഇവിടെ നിന്ന് എടുക്കാം. എടാ ഇതിൻ്റെ അകത്തൊക്കെ പോടാ വീട്ടിൽ പോടാ. ഓ ഞാൻ ചത്ത്. എന്താ വത്തയും കുടിച്ചിട്ടുണ്ട്. അമ്മയുടെ അതെങ്ങനെ ചത്ത് പോണേമാരി എനിക്കറിഞ്ഞുകൂടാ കേട്ടാ. അമ്മയുടെ ഇടക്കിടക്ക് ചത്തു പോകണ്ട. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഓൺ ഓപ്ഷൻ ഇടുക. ഇതിന് നല്ല വീഡിയോസായി വീണ്ടും വരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യണം. ഓരോ തവണ ഷൂട്ട് ചെയ്തത് നമ്മുടെ സൗണ്ട് ഇല്ലായിരുന്നു, കട്ടായിപ്പോയി. പിന്നെ രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യണം 22 മിനിറ്റിൻ്റെ. ഇപ്പോൾ ഏകദേശം ഞാൻ 10 മണിക്കാണ് കേസ് ഇരുന്നത്. ഇപ്പോൾ 11:52 പണിയായി കേസ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചാർജും ഇല്ല ഫോണിന് അധികം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത എപ്പിസോഡിന് വേണ്ടി നിങ്ങളൊരു 2 ലൈക്ക് തരിക. 2 ലൈക്ക് മാത്രം മതി. 2 ലൈക്ക് ആണെങ്കിൽ അടുത്ത എപ്പിസോഡ് വരുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ.